യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകുവാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കുവാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളിൽ ഉള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, മരണം പ്രകൃതിയുടെ നിയമമാണ്. പ്രകൃതിയുടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ തിരുവിഷ്ടമാണ്. ജീവനുള്ള എല്ലാം അതിൻ്റെ ജീവൻ അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടന്നു വരുന്നു. പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളെയും എടുത്തു നോക്കിയാൽ ചെടികൾ, മരങ്ങൾ, പറവകൾ, മൃഗങ്ങൾ, മനുഷ്യർ എല്ലാവരും തന്നെ അതിൻ്റെ ഒരു അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതകാലത്ത് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ അനുസ്മരിക്കുവാനും അതിന് അനുയോജ്യമായ രീതിയിൽ ജീവിക്കുവാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ്. പ്രകൃതിയുടെ നിയമത്തിൽ നിന്നും ഈ പ്രകൃതിയുടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ നിയമത്തിൽ നിന്നും ആർക്കും മാറി നിൽക്കാനാവില്ല. ആരും തെല്ലും മറക്കരുത്, ഈ ലോകം അഴിഞ്ഞു പോകും. സ്ത്രീയിൽ നിന്ന് ജനിച്ചിട്ടുള്ള എല്ലാവരും ഖബറുകൾക്കുള്ളിൽ പോകണം. രാജാക്കന്മാർക്കോ ആചാര്യന്മാർക്കോ ആർക്കും അതിൽ നിന്നും മാറി നിൽക്കുവാനാവില്ല. മിശിഹായും മരണക്കാസ രുചിച്ചുകൊണ്ടാണ് നമ്മെ വീണ്ടെടുത്തത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. 2 പ്രാവശ്യം ആവർത്തിച്ചാവർത്തിച്ച് സത്യം സത്യമായി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആധികാരികതയാണ് നാം മനസ്സിലാക്കുന്നത്. അതിൽ നിന്നും ഒരു മാറ്റവുമില്ല എന്നുള്ള അസന്നിഗ്ധമായ ഒരു പ്രസ്താവനയാണത്. എന്താണ് ആ പ്രസ്താവന? എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. വചനം ആദിയിലുണ്ടായിരുന്നു. ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ആ വചനം ദൈവമായിരുന്നു. ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ, ഈ ലോകത്തെ രക്ഷിക്കുവാൻ പല പ്രകാരത്തിൽ നമ്മോട് സംസാരിച്ചവൻ, പ്രവാചകന്മാരോട് സംസാരിച്ചവൻ, പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ ചെവിക്കൊള്ളാതെ മനുഷ്യൻ അകന്നു പോയപ്പോഴാണ് ഒരു മനുഷ്യനും നശിച്ചു പോകുവാൻ പാടില്ല, എല്ലാവരും രക്ഷപ്പെടണം, അതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചത്. ആ ദൈവസ്നേഹത്തിൻ്റെ മനുഷ്യാവതാരമാണ് നാം യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ കാണുന്നത്. അവിടുന്ന് അപ്പത്തിൻ്റെ ഭവനത്തിൽ ബേത്ലഹേമിൽ വന്ന് ജനിച്ചതും പരസ്യജീവിതകാലത്ത്
ദരിദ്രരോട് സുവിശേഷം അറിയിച്ചുകൊണ്ട്, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിച്ചുകൊണ്ട്, രോഗികൾക്ക് സൗഖ്യം നൽകിക്കൊണ്ട്, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട്, മരിച്ചവരെ ഉയർപ്പിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചെന്ന മഹത്തായ മാതൃക നമുക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ആ ജീവിത സമൃദ്ധിയാണ് ഓരോ വ്യക്തികൾക്കും അവിടുന്ന് തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുന്നത്. എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവയെക്കുറിച്ചുള്ള ബോധ്യവുമാണ് വിശ്വാസമെന്ന് എബ്രായക്കാർക്കെഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. അത് പ്രത്യാശയുടെ ജീവിതമാണ്. ക്രൈസ്തവ ജീവിതം, മനുഷ്യജീവിതം പ്രത്യാശയുടെ ജീവിതമാകണം. ആ പ്രത്യാശ എന്ന് പറയുന്നത് എൻ്റെ ദൈവം എന്നോട് കൂടിയുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തോടു കൂടിയാണെന്നുള്ള ബോധ്യമാണ്. ആ ബോധ്യം നമുക്ക് ലഭിക്കുന്നത് അവിടുത്തെ വചനത്തിലൂടെയാണ്. അച്ഛൻ മകൾക്കയച്ച കത്ത് എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രിയപ്പെട്ട മകളായ ഇന്ദിരാഗാന്ധിക്ക് ജയിലിൽ കിടന്നുകൊണ്ട് അയച്ച ആ കത്ത് എത്ര പ്രത്യാശയുടേതായിരുന്നു. ഭാരതരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും ആ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള രാജ്യത്തെക്കുറിച്ചുള്ള സങ്കല്പവും ഒക്കെ ആ മകൾക്ക് അയച്ചതായ ആ കത്തിൽ നാം കാണുകയാണ്. പിതാവായ ദൈവം തൻ്റെ മക്കളായ നമുക്കയച്ച കത്താണ് തമ്പുരാൻ്റെ വചനം, വിശുദ്ധ വേദപുസ്തകം. ആ വേദപുസ്തകത്തിൽ ഒരുക്കത്തിൻ്റെ കാലഘട്ടവും തമ്പുരാൻ്റെ വരവിൻ്റെ കാലഘട്ടവും അവിടുത്തെ പ്രവർത്തനങ്ങളുടെ കാലഘട്ടവും പാടുപീടകൾ സഹിച്ച് മരിച്ചു മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ സൂചനയും ഒക്കെ നൽകിക്കൊണ്ട് പ്രത്യാശയോടുകൂടി നമ്മെ നയിക്കുകയാണ്. ഓരോ ദിവസവും എന്താണ് തമ്പുരാനെ നീ എന്നോട് ആവശ്യപ്പെടുന്നതെന്ന് ദൈവവചനം വായിച്ച് ഗ്രഹിച്ച് സംഗ്രഹിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവർക്ക് മരണത്തിൽ നിന്ന് അവർ ജീവനിലേക്ക് കടക്കുകയാണ്. ലൈഫ് ആഫ്റ്റർ ലൈഫ്, ലൈഫ് ടു ഇറ്റേണൽ ലൈഫ്. ജീവിതത്തിൽ നിന്ന് ജീവിതത്തിലേക്ക്, ജീവിതത്തിൽ നിന്ന് നിത്യജീവിതത്തിലേക്ക് ഉള്ള ഒരു പ്രവേശനമാണ് അത്. അത് ഇഹലോക ജീവിതത്തിൻ്റെ അവസാനമായി നാം കാണുന്നു എന്ന് വരികിലും പരലോക ജീവിതത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ് അത് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. താൽക്കാലികമായ ഭവനത്തിൽ നിന്ന് നിത്യതയുടെ ഭവനത്തിലേക്ക് നാം കടന്നു പോകുന്നു. നാം ഓരോരുത്തരും വസിക്കുന്നത് താൽക്കാലികമായ ഭവനങ്ങളിലാണ്, നിത്യഭവനത്തിലല്ല. തമ്പുരാൻ്റെ സന്നിധിയിൽ നിന്ന് മാതാപിതാക്കളുടെ ദാമ്പത്യ സ്നേഹത്താൽ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്ന നാം ഓരോരുത്തരും ദൈവം അനുവദിച്ചിടത്തോളം കാലം അനുവദിച്ചതായ ഭൂപ്രദേശങ്ങളിൽ വസിക്കുന്നു. അതിൻ്റെ പൂർണ്ണതയിൽ എവിടെ നിന്നും വന്നുവോ അവിടേക്ക് തിരികെ എത്തിച്ചേരേണ്ടതായ ആളുകളാണ്. അവിടെ തിരികെ എത്തിച്ചേരുന്നതിനുള്ള ആ യാത്രയിൽ ദൈവത്തോടുകൂടി ആയിരിക്കുവാൻ, അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ, അവിടുന്ന് എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്ക് കഴിയണം. വചനത്തിൻ്റെ മാസ്മര ശക്തിയിൽ നിന്നുകൊണ്ട് ഓരോ ദിവസവും എന്താണ് തമ്പുരാനെ ആവശ്യപ്പെടുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കുവാൻ കഴിയണം. അസീസിയിലെ പുണ്യവാനായ ഫ്രാൻസിസ് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ലോർഡ് വാട്ട് ഷാൽ ഐ ഡു ഫോർ യു ടുഡേ, കർത്താവെ ഇന്ന് ഞാൻ എന്താണ് അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് അവിടുത്തോട് ചോദിക്കുമായിരുന്നു. ദൈവവചനത്തിലും സമൂഹ നിയമത്തിലും ഒക്കെ നല്ല ബോധ്യമുള്ള അദ്ദേഹം വ്യക്തിപരമായ ഒരു ബന്ധം ദൈവവുമായി സ്ഥാപിച്ചുകൊണ്ട് അത് ചോദിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുമായിരുന്നു. ദൈവവചനത്തിലൂടെ അവിടുത്തെ ഇഷ്ടം മനസ്സിലാക്കുവാനും പ്രാർത്ഥനയിലൂടെ അവിടുത്തോട് നിരന്തരമായി സമ്പർക്കം പുലർത്തുവാനും വിശുദ്ധ കൂദാശകളിലൂടെ കൃപയ്ക്ക് മേൽ കൃപ പ്രാപിക്കുവാനും കൂദാശകളുടെ കൂദാശയായ വിശുദ്ധ കുർബാന ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 53 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നത് പോലെ നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്നാ ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചുപോയി. മരുഭൂമിയുടേതായ തിക്തമായ അനുഭവങ്ങൾ, അടിമത്തത്തിൽ കഴിഞ്ഞ ജനത്തിൻ്റെ കഷ്ടത കണ്ടുകൊണ്ട് ജനത്തിൻ്റെ കഷ്ടത ഞാൻ കാണുന്നു, നീ അവരെ വിടുവിക്കുവാൻ പോകണമെന്ന് മോശയെ നിയോഗിച്ച ദൈവം മോശയുടെ ബലഹീനത ബലവാനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ തുറന്നു പറയുകയാണ്, വിക്കനായ എന്നെ അവർ കേൾക്കയില്ല നിശ്ചയമായി. ഊമനെയും ചെകിടനെയും സൃഷ്ടിച്ചവൻ ഞാനല്ലയോ, നീ അവരെ വിടുവിക്കുവാൻ പോകണം. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വിക്കനായ മോശ ശക്തനായ ഫറവോൻ്റെ അടുത്തേക്ക് കടന്നു ചെന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു.
കഠിനഹൃദയനായ ഫറവോൻ്റെ ഹൃദയം അലിയുന്നില്ല. ഫറവോൻ്റെ ആദിജാതൻ മരിച്ചപ്പോൾ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുകയാണ്. മറ്റുള്ളവരുടെ വേദനകളും യാതനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കുവാൻ കഴിയാത്തവർ സ്വന്തം അനുഭവത്തിലൂടെ പഠിക്കുമ്പോഴാണ് അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. അങ്ങനെ വിടുവിക്കപ്പെട്ട ജനത്തെയും കൂട്ടിക്കൊണ്ട് വാഗ്ദത്ത നാട്ടിലേക്ക് മോശ പോകുമ്പോൾ മരുഭൂമിയുടെ തിക്തമായ അനുഭവങ്ങൾ, കുടിക്കുവാൻ വെള്ളമില്ല, ഭക്ഷിക്കുവാൻ ആഹാരമില്ല, അത്യുഗ്രമായ ചൂട്, എങ്ങനെ സംരക്ഷണം ലഭിക്കും എന്നിങ്ങനെ ആകുലപ്പെട്ടുകൊണ്ട് പോകുമ്പോഴാണ് അവർക്ക് ഭക്ഷിക്കുവാൻ മന്നായും കാടപ്പക്ഷിയും നൽകി, മേഘം കൊണ്ട് സൂര്യകിരണങ്ങളെ മറച്ചു കൊടുക്കുന്നു, പാറയിൽ നിന്ന് കുടിക്കുവാൻ വെള്ളമൊഴുക്കി കൊടുക്കുന്നു. ദൈവത്തിൻ്റെ അനന്തമായ പരിപാലന അനുഭവിക്കുകയാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചുപോയി. എന്നാൽ അതുപോലെയല്ല, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യമായി ജീവിക്കും. ആ നിത്യജീവൻ്റെ ആഹാരം വിശുദ്ധ കുർബാനയിലൂടെ ഉൾക്കൊള്ളുന്ന ഓരോ വ്യക്തികളും തമ്പുരാനെ സൂക്ഷിക്കുന്ന പേടകമായി മാറുകയാണ്. തമ്പുരാനെ സൂക്ഷിക്കുന്ന പേടകമായി മാറുമ്പോൾ വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്ന പേടകത്തെയാണല്ലോ നാം സക്രാരി എന്ന് വിളിക്കുന്നത്. തമ്പുരാനെ സൂക്ഷിക്കുന്ന പേടകമായി അനുദിനം നാം മാറുമ്പോൾ നാമൊക്കെ സഞ്ചരിക്കുന്ന സക്രാരികളായി മാറുകയാണ്. മറ്റുള്ളവർക്ക് ദൈവസാന്നിധ്യം പകർന്നു കൊടുക്കുകയും അവരിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയില്ലേ? ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമാണത് നിങ്ങൾ തന്നെ. അങ്ങനെ വിശുദ്ധ മന്ദിരങ്ങളായി നമ്മെ മാറ്റിയെടുക്കുകയാണ് ഈ ദിവ്യകാരുണ്യം. ആ വിശുദ്ധ കുർബാനയിലൂടെ നാം കൂടുതൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നിത്യജീവൻ്റെ ഉടമകളായി മാറുകയാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചുപോയി. എന്നാൽ അതുപോലെയല്ല, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യമായി ജീവിക്കും. ആ നിത്യജീവൻ്റെ ആഹാരം ഉൾക്കൊള്ളുന്ന നാം ഓരോരുത്തരും എത്രയോ അനുഗ്രഹീതരാണ്. അവിടെ നമുക്ക് മരണം ഒരു ഭയമല്ല. മരണം നമ്മെ സംബന്ധിച്ചിടത്തോളം തമ്പുരാൻ്റെ സന്നിധിയിൽ നിത്യമായി ജീവിക്കുവാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുകയാണ്. നിത്യതയിലേക്കുള്ള തീർത്ഥാടന യാത്ര, അവിടെ എത്തിച്ചേർന്ന് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട മകനെ വരിക, മകളെ വരിക, നിനക്കായി ഒരുക്കിയിരിക്കുന്ന സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുക. എന്തായിരുന്നു എൻ്റെ മാനദണ്ഡം? എനിക്ക് വിശന്നു, നീ ഭക്ഷണം തന്നു. ഞാൻ രോഗിയായിരുന്നു, വന്നു കണ്ടു. കാരാഗ്രഹത്തിലായിരുന്നു, ആശ്വസിപ്പിച്ചു. എപ്പോഴാണ് വിശക്കുന്നവനായി കണ്ടത്, രോഗിയായി കണ്ടത്, കാരാഗ്രഹത്തിൽ കണ്ടത്? ഈ ചെറിയവരിൽ ഒരുവന് നീ ചെയ്തപ്പോൾ എനിക്കാണ് ചെയ്തത്. ആരാണ് ഈ ചെറിയവൻ? എന്നെപ്പോലെ ജീവിക്കുവാൻ അവകാശമുള്ള സമൂഹത്തിലെ ഓരോ വ്യക്തികളും ഞാൻ വഴി ജീവിക്കണം. ബിക്കോസ് ഓഫ് മീ യു ഷാൽ ലീവ്. ഞാൻ വഴി നീ ജീവിക്കണം. അതിനാണ് ദൈവം എന്നെ അയച്ചിരിക്കുന്നത്. എല്ലാവരും നിത്യമായി ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ ദൈവത്തോടുകൂടി ആയിരിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതിന് അനുയോജ്യമായ രീതിയിൽ ജീവിക്കുവാനുള്ള വലിയ ഒരു വിളിയാണ് ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ആ കരുണയുടെ മുമ്പിൽ നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ധന്യമായ ഒരു ജീവിതം, പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നത് പോലെ, ജീവിച്ചാലും മരിച്ചാലും ഞാൻ എൻ്റെ ദൈവത്തോടു കൂടിയാണ്. അപ്പോൾ ഈ ലോകത്തിൽ നാം ദൈവത്തോടുകൂടി ആയിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവർക്ക് ചെയ്യുന്ന ശുശ്രൂഷയെ ഈശ്വര ആരാധനയാക്കി മാറ്റുമ്പോൾ നിത്യതയിലും അവനോടുകൂടി ആയിരിക്കുവാനുള്ള വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 45 മുതലുള്ള വാക്യങ്ങളിൽ വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ്? തൻ്റെ യജമാനൻ വരുമ്പോൾ അപ്രകാരം കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. അവനെ അവരുടെ എല്ലാത്തിൻ്റെയും അവകാശിയായി അവിടെ നിയമിക്കും. എന്നാൽ എൻ്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് പറഞ്ഞ് സഹഭൃത്യന്മാരെ മർദ്ദിക്കുവാനും മദ്യപന്മാരോടുകൂടി ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും ഒക്കെ തുടങ്ങിയാൽ അവൻ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവരെ കപടനാട്യക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും നിത്യശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യും എന്നുള്ള സൂചനയാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം
45 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. സഭയിലെ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും പ്രത്യേകമായി ഓർക്കുകയും കടന്നുപോയവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണല്ലോ. നാം ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ അവർ ജീവിച്ചിരുന്നപ്പോൾ നമ്മെ പഠിപ്പിച്ചവരായ നമ്മുടെ പിതാക്കന്മാരെ കുർബാനകളിലും പ്രാർത്ഥനകളിലും നാം ഓർമ്മിക്കുവാൻ ബാധ്യസ്ഥരാണ്. നീതിമാന്മാരോടും പുണ്യവാന്മാരോടും കൂടി അവർ നിത്യസൗഭാഗ്യം അനുഭവിക്കുമ്പോൾ സന്തപ്ത കുടുംബാംഗങ്ങളെയും താൽക്കാലികമായ ഭവനിൽ വസിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ ശക്തിയുള്ള വ്യക്തികളായി അവർ മാറുകയാണ്. പൗരോഹിത്യ ജീവിതത്തിലൂടെ 2 കാര്യങ്ങളാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒന്ന്, വിശ്വസ്തതയോടുകൂടി ദൈവത്തോടുള്ള വിശ്വസ്തത, സഭയോടുള്ള വിശ്വസ്തത, സഭാപിതാക്കന്മാരോടുള്ള വിശ്വസ്തത, സമകാലികരോടുള്ള വിശ്വസ്തത നമുക്ക് കൂടിയേ തീരൂ. ഈ വിശ്വസ്തത എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകമായ അനുഗ്രഹമാണ്. ബി ഫെയ്ത്ത്ഫുൾ, നമ്മുടെ കടമകൾ നിറവേറ്റുന്നതിൽ വിശ്വസ്തത പാലിക്കുക. ഉള്ളതും ഉള്ളും അറിയുന്ന തമ്പുരാൻ്റെ സന്നിധിയിൽ നമുക്കാർക്കും ഒന്നും ഒളിച്ചു വയ്ക്കുവാനോ മറച്ചു വയ്ക്കുവാനോ ആവില്ല. സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, കരുണാമയനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ജീവിത പ്രവൃത്തികൾ എങ്ങനെയാണോ, എത്ര വിശ്വസ്തയോടുകൂടിയാണ് നാം നിർവഹിക്കുന്നത്, അതനുസരിച്ചാണ് ദൈവസന്നിധിയിൽ നാം സ്വീകരിക്കപ്പെടുകയോ തിരസ്കരിക്കപ്പെടുകയോ എന്നുള്ളതും എടുത്തു പറയുന്നുണ്ട്. ദുഷ്ടനായ ഭൃത്യൻ തൻ്റെ യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് പറയുന്നു. താമസിച്ചുള്ള ആ വരവ് ഇപ്പോഴാണെന്നറിയില്ല. അവിടെയാണ് പറയുന്നത്, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾക്കറിയില്ല. നമ്മളെപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം. ആ ജാഗ്രതയാണ് വിവേകത്തോടുകൂടിയുള്ള ജീവിതം നയിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. പാമ്പിനെ പോലെയുള്ള വിവേകവും പ്രാവിനെ പോലെയുള്ള നിഷ്കളങ്കതയും കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയണം എന്നെടുത്തു പറയുന്നത്. പാമ്പിൻ്റെ വിവേകമെന്ന് പറയുന്നത് ശത്രുക്കൾ അടുത്ത് വരുമ്പോൾ അവരെ നേരിടുവാനുള്ള എല്ലാ സന്നാഹങ്ങളോടും കൂടി വളരെ ജാഗ്രതയോടെ നിൽക്കുന്ന സർപ്പം. അതേസമയം അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുവാൻ പത്തി വിടർത്തിക്കൊണ്ട് ശത്രുവിനെ എതിരിടുന്ന ആ സർപ്പം എത്രയും പെട്ടെന്ന് സുരക്ഷിതത്വത്തിലേക്ക് ഒളിയുകയാണ്. ശത്രുക്കൾ കടന്നു വരാനാവാത്ത വിധത്തിൽ അത് രക്ഷപ്പെടുകയാണ്. അതേപോലെയുള്ള വിവേകം, പാമ്പിനെ പോലെയുള്ള വിവേകം, എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കുവാനുള്ള വിവേകം, അതനുസരിച്ച് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുവാനുള്ള ആ ഒരു വിവേകം പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ നമുക്ക് നൽകുകയാണ്. അപ്പോൾ നമ്മൾ ആ വിശ്വസ്തയോട് മാത്രം അല്ല, വിവേകത്തോടുകൂടി പെരുമാറണം. പ്രാവിനെ പോലെയുള്ള നിഷ്കളങ്കത. നമുക്കറിയാം, പറവകളിൽ കാക്കയും പ്രാവും ഒക്കെ നോഹയുടെ പെട്ടകത്തിൽ നിന്ന് ജലപ്രളയത്തിന് ശേഷം പുറത്തേക്ക് വിട്ട 2 പറവകളാണ് കാക്കയും പ്രാവും. കാക്ക പെട്ടകത്തിന് പുറത്തേക്ക് പോയി അതിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അതിനാവശ്യമായ ഭക്ഷണം, ജഡം ഒക്കെ കിട്ടിയപ്പോൾ അത് കൊത്തിവലിച്ച് തിന്നുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. തിരികെ വരാനുള്ള ഒരു മനോഭാവം അത് കാണിക്കുന്നില്ല. എന്നാൽ പ്രാവിനെ സംബന്ധിച്ചിടത്തോളം അത് അശുദ്ധമായതിലൊന്നും സ്പർശിക്കുകയില്ല. അത് ഒരു ഒലിവിൻ്റെ കൊമ്പും കുത്തിയെടുത്തുകൊണ്ട് പെട്ടകത്തിലേക്ക് തിരിച്ചു വന്ന് ജലപ്രളയം അവസാനിച്ചിരിക്കുന്നു എന്നുള്ള സൂചന കൊടുക്കുകയാണ്. ഇതാണ് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. പഴക്കവഴക്കങ്ങളുടെയും സ്വഭാവ ദൂഷ്യങ്ങളുടെയും അടിമത്വത്തിൽ നിന്ന് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് പറന്നുയരുവാൻ, അവിടുത്തെ സമാധാനം അനുഭവിക്കുവാൻ, ആ സമാധാനം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് ഒരു സന്തുലിതാവസ്ഥയിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അതാണ് വിശ്വസ്തനും വിവേകമായ ഭൃത്യ എന്ന് പറയുന്നത്. അതിന് തടസ്സമായിട്ട് നിൽക്കുന്നതാണ് യജമാനൻ താമസിച്ചേ വരും, പക്ഷേ എപ്പോഴാണെന്ന്
അറിയാത്തത് കൊണ്ട് ഇപ്പോൾ വരില്ല, പിന്നീടേ വരത്തുള്ളൂ എന്നുള്ള രീതിയിൽ മദ്യപിക്കുവാനും സഹഭൃത്യന്മാരെ മർദ്ദിക്കുവാനും ഉപദ്രവിക്കുവാനും ഒക്കെ തുടങ്ങിയാൽ അവൻ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ കടന്നു വരികയും അവനെ ശിക്ഷിക്കുകയും ചെയ്യും. ഒരു സംശയവുമില്ല. ഇന്ന് നാം നേരിടുന്ന ഒരു പ്രശ്നം എന്താണ്? മരണം എല്ലാവർക്കുമുള്ളതാണെന്നറിയാം, എന്നാൽ അതെനിക്ക് ഇപ്പോൾ വരികയില്ല എന്നുള്ള ഒരു ചിന്തയിൽ മനുഷ്യൻ ജീവിക്കുകയാണ്. തമ്പുരാൻ പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. അലസതയ്ക്കും ബുദ്ധിശൂന്യതയ്ക്കും ഒന്നും നാം ഇടം കൊടുക്കരുത്. നാം എപ്പോഴും വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. ബുദ്ധിയുള്ള കന്യകമാരുടെ ഉപമയിലും നാം കാണുന്നുണ്ട്. 5 പേർ വളരെ ബുദ്ധിയോടെ പെരുമാറി മണവാളനെ സ്വീകരിക്കുവാൻ കത്തുന്ന വിളക്കുകളുമായിട്ട് പോകണം. അവർ വിളക്കുകളോടൊപ്പം പാത്രങ്ങൾ എണ്ണയും എടുത്തിരുന്നു. കാലതാമസം വരുമെന്നുള്ള ഒരു സൂചനയില്ലാതെ വിളക്കുകളുമായി പോയ മറ്റ് 5 കന്യകമാർ ആവശ്യത്തിനുള്ള എണ്ണ കരുതിയില്ല. എന്താണ് സംഭവിച്ചത്? യജമാനൻ വന്നു, അവനെ സ്വീകരിക്കുവാൻ കത്തുന്ന വിളക്കുകളുമായി ഒരുങ്ങിയിരുന്നവർ അകത്തേക്ക് പോയി. വിളക്കെത്തിക്കാൻ എണ്ണ വറ്റിപ്പോയതിനാൽ ഇവരുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ പറയും, നിങ്ങൾക്ക് ഞങ്ങൾക്ക് മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവിൻ. അവർക്ക് ബുദ്ധിപൂർവ്വം പറയാൻ സാധിച്ചു, കത്തുന്ന വിളക്കുകളുമായിട്ട് വേണം മണവാളിനെ സ്വീകരിക്കുവാൻ. അതുകൊണ്ട് മണവാളൻ വരുമ്പോൾ അങ്ങനെ വേണം, അതുകൊണ്ട് അതിനുള്ള എണ്ണയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്, അത് തന്നാൽ ഞങ്ങൾക്കും മണവറയിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല. പങ്കുവയ്ക്കാനുള്ള വൈമുഖ്യം കൊണ്ടല്ല, അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുവാൻ അവർക്ക് കഴിയണം എന്നുള്ള ബോധ്യത്തിലാണ്. എന്നാൽ മറ്റു കന്യകമാർ എണ്ണ വാങ്ങാൻ പോയി തിരികെ വന്നപ്പോൾ അവർ വാതിക്കൽ വന്ന് കൊട്ടി വിളിക്കുകയാണ്, ഞങ്ങൾക്കും തുറന്നു തരണമേ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവേനെന്ന് പറഞ്ഞവരെ പുറത്തേക്ക് വിടുകയാണ്. അതേ പ്രിയ സഹോദരങ്ങളെ, അതാണ് നാം ജീവിതത്തിൽ വിശ്വസ്തതയും വിവേകവും ഒക്കെ ചേർത്ത് ജീവിക്കുവാൻ തമ്പുരാൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നാം അലസതയ്ക്കോ അല്ലെങ്കിൽ ബുദ്ധിശൂന്യതയ്ക്കോ ഇടം കൊടുക്കരുത്. നല്ലവരായ ആടുകൾ, നല്ല ഇടയൻ്റെ ആ മാതൃക, ആടുകളെ തോളിലേറ്റിക്കൊണ്ടുവരുന്നത്, ആളുകളെ പേരുചൊല്ലി വിളിക്കുന്നത്, ആടുകൾക്ക് സംരക്ഷണം നൽകുന്നത് ഒക്കെ ആ ഇടയൻ്റെ ദൗത്യമാണ്. അതേപോലെയുള്ള വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് എല്ലാവരുടെയും സംരക്ഷണത്തിനായി, എല്ലാവരുടെയും രക്ഷയ്ക്കായിട്ടാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. നാം ഒരിക്കലും നമുക്ക് വേണ്ടി ജീവിക്കുവാനുള്ളവരല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ, അതുവഴി അവർക്ക് ജീവൻ ഉണ്ടാകുവാൻ, അത് സമർത്ഥമായി ഉണ്ടാകുവാൻ നാം വളരെ ബുദ്ധിയോടും വിവേകത്തോടും കൂടി പ്രവർത്തിക്കുമ്പോൾ തമ്പുരാൻ്റെ സന്നിധിയിൽ എപ്പോഴും ഒരുക്കമുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. അതായിരിക്കട്ടെ ഈ ലോകത്തെ വിട്ട് കടന്നു പോകേണ്ടവരായ നമ്മുടെ ചിന്ത. ദൈവസന്നിധിയിൽ നാം എല്ലാവരും ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, തമ്പുരാൻ്റെ പാടുപെടലുകളിൽ പങ്കാളിയായിക്കൊണ്ട്, അവിടുത്തെ മരണത്തിൽ പങ്കാളിയായിക്കൊണ്ട് മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ എല്ലാവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.